ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ചാനലിലോട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷക്കീല. അപ്പോൾ എൻ്റെ സാധാരണ പോലെ തന്നെ ഒരു വ്ളോഗാണ്, കുക്കിങ്ങും പിന്നെ ഒരു പുറത്ത് പോലാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോസ്. അപ്പോൾ ഇന്ന് ഞാൻ ടൂഡേ ലീവാണ്. അപ്പോൾ എനിക്ക് ലീവുള്ള ദിവസം മാത്രമേ എനിക്ക് ഇതേപോലെ വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഫ്രണ്ട്സ്. കാരണം എനിക്ക് കുറച്ച് ബിസി ആയിരിക്കും. എനിക്ക് എറണാകുളത്താണ് വർക്ക്. പിന്നെന്താണ്, അപ്പോൾ ഇവിടെ ആരും എണീച്ചിട്ടില്ല. എൻ്റെ മക്കളും ഉമ്മയൊക്കെ കിടന്ന് ഉറങ്ങണേണ്. അപ്പോൾ ഇന്ന് 7 മണിയായി ഞാൻ എണീച്ചപ്പോൾ. അപ്പം ഞാൻ എണീച്ചു, രാവിലെ എണീച്ചു, ചായയൊക്കെ കാച്ചി. പിന്നെ പതിവ് പോലെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടല റോസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ ഈ വ്ളോഗിൽ മിക്കപ്പോഴും പുട്ടും പത്തിരിയാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് എളുപ്പം അത് തന്നെയാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ പുട്ടും കടല റോസ്റ്റ് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചായയൊക്കെ കാച്ചി. അപ്പോൾ ഞാൻ കടല തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കടലയിൽ ഇത്തിരി ഉപ്പിട്ട് വെച്ച് വേവിക്കുള്ളൂ കേട്ടോ. ഞാൻ അതിന് ശേഷമാണ്, ഞാൻ വേവിച്ചതിന് ശേഷമാണ് ഞാൻ കടല നമ്മൾ റോസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ കുറച്ച് നേരം എനിക്ക് 5 മിനിറ്റ് ഇരിക്കണം. ഇരുന്നിട്ട് എനിക്ക് പിന്നത്തെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. തലയിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഞാൻ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടാണ് കിടക്കാറ്. പക്ഷേ എനിക്ക് ഒരു വല്ലായികയൊക്കെ ഉണ്ടായിരുന്നു. തീരെ വൈകി, എനിക്ക് സൗണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നത്തെ പാത്രം കഴുകാൻ വെച്ചാട്ടുണ്ട് രാവിലെ തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നെ ഞാൻ അതിന് ശേഷം ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം എൻ്റെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 3-4 പേർക്കുള്ള ചായയാണ്. അവരൊന്നും എണീച്ചിട്ടില്ല. അവർക്ക് എണീച്ചതിന് ശേഷമേ കുടിക്കുള്ളൂ. അപ്പം ഞാൻ ചായ കുടിക്കുന്നതിന് മുമ്പ് മോട്ടർ ഇടണം. മോട്ടർ ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ വെള്ളം വരുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വെള്ളം കയറണ്ട. ഞാൻ ജസ്റ്റ് ടെറസിൻ്റെ മുകളിൽ ടെറസിലോട്ട് പോണേണ്. അപ്പോൾ ടെറസിലോട്ട് പോകണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഒരു മഴയ്ക്ക് മുമ്പ് എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടും ഉണ്ട്. ഇവിടെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലയിൽ. അപ്പോൾ മഴയ്ക്ക് മുമ്പ് എടുത്ത ഒരു വീഡിയോസാണ്. അപ്പോൾ ഇവിടെ നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ ടാങ്കിൽ വെള്ളം കയറിടാൻ നോക്കും. ചില സമയത്ത് വെള്ളം കയറില്ല എന്ന് പറയാനില്ല, അത് വലിച്ച് ഇങ്ങനെ മുകളിലോട്ട് കയറി വരണ്ടേ. അപ്പോൾ അതിനുള്ള താമസം പിടിക്കും. അപ്പോൾ ഞാനത് വെള്ളം കയറണ്ടാൻ നോക്കിയപ്പോൾ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ ടാങ്ക് മൂടി വെച്ച് വീണ്ടും താഴ്ത്തുന്നു. അപ്പോൾ അതിന് മുമ്പ് ഉള്ള ഇതാണ് വൈബാണ് കാണുന്നത്. ചുറ്റിനുമുള്ള പ്രകൃതി രമണീയമായ നമ്മുടെ ഫോർട്ട് കൊച്ചി ഏരിയയാണിത്. കൊച്ചിനെക്കുറിച്ച് പറയാൻ ഭയങ്കര അഭിമാനമാണല്ലേ. കാരണം കൊച്ചി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നമ്മുടെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ സീസണാണല്ലോ, അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ഭയങ്കര തിരക്കാണ് നമ്മുടെ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ മട്ടാഞ്ചേരി ഫോർട്ട് വെച്ചൊക്കെ വന്ന് കാണുക കേട്ടോ. അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്ന്. അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പതിവ് പോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുട്ടും കടല റോസ്റ്റാണ്. അടുത്തത് എൻ്റെ ഒരു ഫേസ് പാക്കാണ്. ഫേസ് പാക്ക് എന്ന് ഉദ്ദേശിച്ചൊരു നമ്മുടെ മഞ്ഞൾപ്പൊടി ചൂടാക്കിയിട്ട് തേനും പാലും അലോവേര ജെല്ലിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. കാരണം ഞാൻ ഇതിന് മുമ്പ് ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു.
ഇതെല്ലാവരും ചെയ്യണം കേട്ടോ. മുഖത്തെ കരിവാളിപ്പും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അത് 100% ഉറപ്പാണ്. കാരണം എനിക്കത് റിസൾട്ട് കിട്ടിയത് കൊണ്ടിട്ടാണ് ഞാനത് ചെയ്യണത്. ഞാൻ ഡെയിലി ഇത് മുഖത്തും കയ്യിലൊക്കെ ഞാൻ പുരട്ടാറുണ്ട്. ഒരു അരമണിക്കൂർ മതി. നമ്മൾ കുക്കിംഗ് ചെയ്യണ സമയത്ത് ഇത് മുഖത്ത് ചെയ്താൽ നമ്മുടെ കുക്കിംഗ് നടക്കുകയും ചെയ്യും. അതിനുശേഷം ആഫ്റ്റർ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് മുഖം ഒന്ന് നനച്ചിട്ട് സ്ക്രബ് ഇതാക്കണം. കൈ വെച്ചിട്ടൊന്ന് 5 മിനിറ്റ് മുഖം ഒന്ന് ഇതാക്കിയാൽ മാത്രമേ നമ്മുടെ മുഖത്ത് ആ തരിതരിപ്പുള്ള പാടുകളൊക്കെ പോയി കിട്ടും. അതേലാണ്ട് വെറുതെ ജസ്റ്റ് മുഖം കഴുകരുത്. ഫസ്റ്റ് നനച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ജസ്റ്റ് കൈ വെച്ച് നനച്ചിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുഖത്ത് ക്ലീനപ്പ് ക്ലീനപ്പ് ആവും ഓൾറെഡി. അപ്പം നല്ലതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും ഇത് ഫേസ് പാക്കായിട്ട് നമുക്കൊരു ഡബ്ബയിലാക്കി വെക്കാം. അതായത് മഞ്ഞൾപ്പൊടി ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിൽ ഇത്തിരി പാല്, അലോവേര ജെല്ല്, തേന് ഇത് രണ്ടും മിക്സ്ഡ് ആക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ഒരു ചെപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്ക്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. കൈ വെച്ച് നമ്മൾ ഒരിക്കലും ഫേസ് പാക്ക് ഇടരുത്. സ്പൂണാണ്. ഇതിപ്പോൾ എൻ്റെ തീർന്ന് ഇപ്പോൾ രണ്ടാമത് ചെയ്യണം. അപ്പോൾ ഒരു ഇത്തിരി ഉണ്ടായതിനെ ഞാൻ മുഖത്ത് തേച്ചത്. അപ്പോൾ കടല വെന്തു. അപ്പോൾ ഞാനൊരു ഭാഗത്ത് പുട്ട് വെച്ചേക്കണം കേട്ടോ ഗ്യാസിൽ. അപ്പോൾ എനിക്ക് 2 വേഗം പണി തീരുമല്ലോ. അപ്പം ഞാനിതിൽ സവാളയിൽ എടുത്തേക്കണം. ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. 3 സവാള ഓൾറെഡി മിക്സിയിൽ നമ്മൾ അടിച്ചതിന് ശേഷം സവാള നല്ലോണം വഴറ്റണം. വഴറ്റിയതിന് ശേഷം തക്കാളിയും വഴറ്റിയെടുക്കണം. അരിയരുത്, എന്നാലേ നമുക്കൊരു കടല റോസ്റ്റിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ എൻ്റേതായ രീതിയിൽ വെക്കണം കേട്ടോ കടല റോസ്റ്റ്. അപ്പോൾ സവാള നല്ലോണം ഇതായി കഴിഞ്ഞപ്പോൾ അതിലൊരു മഞ്ഞപ്പൊടി ഇട്ട് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലോട്ട് തക്കാളി ആഡ് ചെയ്തേക്കണം. അപ്പോൾ ഇതിൽ ഞാൻ മുളക് പൊടിയും ഗരം മസാലപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇട്ട് നല്ലോണം വഴറ്റി അതിൽ പച്ചപ്പിൻ്റെ മണം അത് പോയി കിട്ടാൻ നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം വേവിച്ചിട്ട കടല ഇതിലോട്ട് ഇട്ടാൽ നമുക്ക് ഏകദേശം കടല റോസ്റ്റ് റെഡിയായി. അപ്പോൾ ഏകദേശം എൻ്റെ കടല റോസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ഇത്തിരി തിളക്കാൻ വേണ്ടി മൂടി വെച്ചാണ്. അപ്പോൾ പുട്ടും റെഡിയായി. അപ്പോൾ ഇന്ന് ഞാൻ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മോള് കുറേ ദിവസമായി ഷാർജ ഷേക്ക് കുടിക്കണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തണുപ്പത്താണെന്ന്. ഇപ്പോൾ ഞാൻ ചൂട് സമയത്തായപ്പോൾ എടുത്ത വീഡിയോസ് ഇതാണ്. അപ്പം ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയി ഒരു ഷാർജ ഷേക്ക് കുടിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബൈ.